ഇന്ന് ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും പുതിയ ആപ്പായുള്ള റെയിൽ വണ്ണിൽ കയറിയിട്ട് എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കാം. അത് തന്നെ റെയിൽ വൺ ഇൻസ്റ്റാൾ ചെയ്യാം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് റെയിൽ വൺ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഈ ലോഗോ വരുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ആൾറെഡി ഇത് ലോഗിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ഇത് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. ആൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഐ ഡി ആയിട്ടുള്ള ഒരു ഐ ഡി പഴയ ഐ ഡി മാത്രം വെച്ചിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. അതല്ല ഐ ഡി ഇല്ലാത്തവരാണ് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഡി ക്രിയേറ്റ് ആവുന്നതാണ്. അപ്പോൾ ഞാൻ നിലവിൽ ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ടുള്ള സ്കാനിങ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലായിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് അൺറിസർവ്ഡ് ആയിട്ടോ റിസർവ്ഡ് ആയിട്ടുള്ള ടിക്കറ്റും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റും എടുക്കാൻ പറ്റും. അപ്പോൾ എന്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപുണ്ടായിരുന്ന റെയിൽവേ ആപ്പിൻ്റെയും അതുപോലെ തന്നെ UTS എന്ന് പറഞ്ഞ ആപ്പിൻ്റെ ഒക്കെ ഒരു കമ്പനി ആയിട്ടുള്ള ഒരു ഫോമാണ് റെയിൽ വൺ എന്ന് പറഞ്ഞ ആപ്പ്. വളരെ മികച്ച രീതിയിൽ ഞാനിപ്പോൾ ഒരു ഏകദേശം 3 മാസത്തോളമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ന് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ റിസർവ്ഡിൽ പോയിട്ട് നമുക്ക് ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യണമെന്ന് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പോകേണ്ടത് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കാണ്. ഡേറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ഡേറ്റ് നോർമലി സെലക്ട് ചെയ്യുന്നത് കലണ്ടർ ഓപ്ഷൻ ഉണ്ട്. കലണ്ടർ ഓപ്ഷൻ കയറിയിട്ട് നമുക്ക് വേണമെങ്കിൽ 8-ാം തീയതി ഉള്ളൊരു ടിക്കറ്റ്, അല്ലെങ്കിൽ 8-ാം തീയതി ചിലപ്പോൾ ടിക്കറ്റ് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മാറിയിട്ടൊരു ഡേറ്റ് നോക്കി നോക്കാം. 11-ാം തീയതി തിങ്കളാഴ്ചയാണ് തിരക്കായിരിക്കും. 13-ാം തീയതി എടുത്ത് നോക്കാം. സെർച്ച് ചെയ്യാം. എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഞാൻ അടിച്ചു കൊടുക്കുകയാണ് ERS എന്ന് അടിച്ചു കൊടുക്കുക. എറണാകുളം സെലക്ട് ചെയ്യുക. EVC ട്രിവാൻഡ്രത്തിൻ്റെ കോഡാണ്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തു. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് ഡേറ്റ് ആൾറെഡി 13-ാം തീയതി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നോർമലി ഞാൻ ഇത് എളുപ്പത്തിൽ ഏതാണ് ഫസ്റ്റ് ട്രെയിൻ പോകണമെന്ന് നോക്കിയിട്ടാണ് ഞാൻ സോർട്ട് ചെയ്ത് ചെയ്യാറുള്ളത്. അഹമ്മദ എക്സ്പ്രസ് ഉണ്ട്. ഇതിൽ സി അവൈലബിലിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റിൻ്റെ അവൈലബിലിറ്റി അറിയാൻ പറ്റുന്നതായിരിക്കും. രാജറാണി എക്സ്പ്രസ്സിൽ ടിക്കറ്റ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ് അതുപോലെ തന്നെ നോക്കുകയാണ്. അതുപോലെ എനിക്ക് പോകേണ്ടത് ഏകദേശം ഒരു 7 മണിക്ക് ശേഷമുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് 7:15 ട്രെയിനിൽ ടിക്കറ്റ് ഉണ്ടോ നോക്കാം. ഇല്ല. 8 മണിയുടെ യശ്വന്തപൂർ ട്രിവാൻഡ്രം നോർത്ത്. അപ്പോൾ അതിൽ ഈ 3-ൽ അതായത് എക്കണോമിക്കിൽ ടിക്കറ്റ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഇതിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ പറയുന്നുണ്ടോ വാണിംഗ്, നേരത്തെ മുൻപ് വരാറുള്ള വാണിംഗ് തന്നെ എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ സൗത്താണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ഒരു വാണിംഗ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ യെസ് കൊടുക്കുക. എനിക്കത് പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ ഇതാ ഞാനിതിലോട്ട് സെലക്ട് ചെയ്യാണ്. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഉള്ളതുകൊണ്ട് റിവ്യൂ ചെയ്യണം കൊടുത്തേക്കാം. ബാക്കി പേയ്മെൻറ്റ് ഓപ്ഷൻസാണ് വരാനുള്ളത്. നമുക്ക് UPIയും അതുപോലെ തന്നെ മറ്റ് കാർഡ് വഴിയൊക്കെ പേയ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു. ഇത്ര നേരം കണ്ടതിന് നന്ദി.